നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ബെയ്റൂട്ട് വിമാനത്താവളത്തിൽ നിന്നുള്ള യാത്രക്കാർ പേജർ, വോക്കി ടോക്കി ഉപകരണങ്ങൾ കൈവശം വയ്ക്കുന്നത് ഖത്തർ എയർവേസ് നിരോധിച്ചു. ലെബനനിലെ പേജർ പൊട്ടിത്തെറിച്ചതിനെ തുടർന്നാണ് ഈ നീക്കം. യാത്രക്കാരുടെ കൈവശമോ ഹാൻഡ് ലഗേജിലോ കാർഗോയിലോ ഇത് അനുവദിക്കില്ലെന്ന് വിമാന കമ്പനി വ്യക്തമാക്കി. ലെബനൻ സിവിൽ ഏവിയേഷൻ വിഭാഗത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ വസ്തുക്കൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത്. റഫീഖ് ഹരീരി ഇന്റർനാഷണൽ വിമാനത്താവളത്തിൽ നിന്നുള്ള എല്ലാ യാത്രക്കാർക്കും ഈ നിരോധനം ബാധകമാണ്. മറ്റൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഈ നിരോധനം തുടരുമെന്നും ഖത്തർ എയർവേസ് അധികൃതർ വ്യക്തമാക്കി. അതേസമയം സൗദി അറേബ്യയിലേക്ക് കൂടുതൽ സർവീസുമായി ഖത്തർ എയർവേസ്. അബഹയിലേക്കുള്ള സർവീസ് വീണ്ടും തുടങ്ങുകയും നിയോമിലേക്കുള്ള സർവീസ് കൂട്ടുകയും ചെയ്യും. സൗദിയിലെ പ്രധാന ടൂറിസം കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്ന പ്രദേശമാണ് അബഹ. ഈ സാധ്യത കണക്കിലെടുത്താണ് ഇവിടേക്കുള്ള സർവീസ് വീണ്ടും തുടങ്ങുന്നത്. പ്രതിവാരം 2 സർവീസ് നടത്തും. അടുത്ത വർഷം ജനുവരി 2 മുതൽ സർവീസ് തുടങ്ങും. രാജ്യത്ത് ഖത്തർ എയർവേസിന്റെ 11ാമത് ഡെസ്റ്റിനേഷനാണിത്. സൗദിയുടെ പുതിയ മുഖമായി മാറിക്കൊണ്ടിരിക്കുന്ന നിയോമിലേക്കുള്ള സർവീസ് ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുകയാണ്. തണുപ്പ് കാലം വരുന്നതോടെ നിയോമിലേക്കുള്ള പ്രതിവാര സർവീസ് 4 ആകും. നിലവിൽ സൗദിയിലേക്ക് ആഴ്ചയിൽ 140 സർവീസുകളാണ് ഖത്തർ എയർവേസ് നടത്തുന്നത്. ഏറ്റവും മികച്ച വിമാന കമ്പനിക്കുള്ള നിരവധി പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ ഖത്തർ എയർവേസ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളായി 170 നഗരങ്ങളിലേക്കാണ് സർവീസ് നടത്തുന്നത്. അതേസമയം എമിറേറ്റ്സ് എയർലൈൻസിന്റെ പ്രഖ്യാപനം ശ്രദ്ധേയമാകുന്നു. ഈ വർഷം 15,000 പേർക്ക് പുതിയതായി തൊഴിൽ നൽകുമെന്നാണ് എമിറേറ്റ്സ് എയർലൈൻസ് അറിയിച്ചിരിക്കുന്നത്. ദുബായിലും രാജ്യത്തിന് പുറത്തുള്ള മറ്റ് ഓഫീസുകളിലുമാണ് ഈ ഒരു തൊഴിലവസരം ഒരുക്കിയിരിക്കുന്നത്. എയർലൈൻസിന്റെ വിപുലീകരണ പദ്ധതിയുടെ ഭാഗമായാണ് പുതിയ നിയമനങ്ങളെന്ന് ഗ്രൂപ്പ് ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ് ചെയർമാൻ ആദിൽ അൽ റിദ അറിയിച്ചു. എമിറേറ്റ്സ് സർവീസുകൾ പൂർണ്ണമായും മക്തൂം എയർപോർട്ടിലേക്ക് മാറ്റുമ്പോൾ കൂടുതൽ ജീവനക്കാരെ ആവശ്യമായി വരും. 10 ലക്ഷം ചതുരശ്ര മീറ്ററിലാണ് മക്തൂം വിമാനത്താവളത്തിൽ എമിറേറ്റ്സിന്റെ ടെർമിനലും ഓഫീസ് സമുച്ചയവും പണിയുന്നത്. $9.50 കോടി നിർമ്മാണ ചെലവ്. വിവിധ ഘട്ടങ്ങളായാണ് നിർമ്മാണം പൂർത്തിയാക്കുന്നത്. ആദ്യഘട്ടം പൂർത്തിയാകാൻ ഏകദേശം 4 വർഷം എടുക്കും. എല്ലാ സേവനങ്ങളും ഒരിടത്ത് കിട്ടുന്ന ലോകത്തിലെ ഏക എയർലൈൻ കേന്ദ്രമായിരിക്കും അൽ മക്തൂമിലേതെന്നും ആദിൽ അൽ റിദ പറഞ്ഞു. കഴിഞ്ഞ സാമ്പത്തിക വർഷം ജീവനക്കാരുടെ എണ്ണത്തിൽ 10% വർധനവുണ്ടായത്. 1,12,406 ജീവനക്കാരാണ് എമിറേറ്റ്സിൽ ജോലി ചെയ്യുന്നത്. എയർലൈൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ മാനവിക വിഭവശേഷിയാണിത്. 18 രാജ്യങ്ങളിലെ 26 നഗരങ്ങളിൽ തൊഴിൽ നിയമനത്തിനുള്ള ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നുണ്ട്. നിലവിൽ 4,400 പൈലറ്റുമാരാണ് ജോലി ചെയ്യുന്നത്. ഈ വർഷം അവസാനിക്കുമ്പോഴേക്കും പുതിയതായി 5,000 ക്യാബിൻ ക്രൂവിന് കൂടി നിയമനം നൽകും. എഞ്ചിനീയറിംഗ്, കാർഗോ വിഭാഗങ്ങളിലും നിയമനം തുടരും.